ബി ഹാപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല കട്ടിയുള്ള കരുത്താർജിച്ച് വളരുന്ന തലമുടി ഏവരുടെയും സ്വപ്നമാണ്. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല തിക്കായിട്ട് വളരുന്ന തലമുടി. തലമുടി വളരും എന്ന് ആശപ്പെട്ടുകൊണ്ട് വിപണിയിൽ ധാരാളം മരുന്നുകളും ലേപനങ്ങളും സുലഭമാണ്. എന്നാൽ നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു എണ്ണക്കൂട്ടാണ് നമ്മളുടെ മുടിക്ക് എപ്പോഴും നല്ലത്. അതുപോലെ ഒരു എണ്ണക്കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മുടി വളരെ കരുത്താർജിച്ച് വളരാനും നല്ല കറുത്ത നിറത്തിൽ കരുത്താർജിച്ച് വളരാനും അതുപോലെ തന്നെ അകാലനര ഒഴിവാക്കാനും പറ്റിയ ഒരു എണ്ണക്കൂട്ടാണിത്. അപ്പം ഞാൻ എന്തൊക്കെ ഇതിന് വേണ്ടെന്ന് പറഞ്ഞുതരാം. കറിവേപ്പില ഒരു 10 കതിർപ്പ്. കറിവേപ്പില പ്രോട്ടീൻ റിച്ചും അതുപോലെ തന്നെ ബീറ്റ കരോട്ടിൻ സോഴ്സുമാണ്. ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കറിവേപ്പിലയ്ക്ക് വലിയ കഴിവുണ്ട്. മൈലാഞ്ചിയില എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ കണ്ടീഷണറാണ്. അപ്പോൾ മൈലാഞ്ചിയില ഒരു 1/2 കപ്പ് മൈലാഞ്ചിയില വേണം. പിന്നെ വേണ്ടതാണ് ഉള്ളി, ഒരു 4-5 ഉള്ളി വേണം. ഉള്ളി സൾഫർ സോഴ്സാണ്. മുടി വളർച്ചയെ ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നു. അടുത്തത് വേണ്ട നെല്ലിക്ക 2 നെല്ലിക്ക വേണം. ഉണങ്ങിയ നെല്ലിക്കയോ പച്ച നെല്ലിക്കയോ ഏത് വേണമെങ്കിലും ആകാം. മുടി നരപ്പിക്കാനുള്ള കഴിവ് നെല്ലിക്കായ്ക്കുണ്ട്. അതിന് നമുക്ക് 2 നെല്ലിക്ക എടുക്കുന്നു. അടുത്ത് വേണ്ട ഉലുവ, ഒരു 1/2 കപ്പ് ഉലുവ. മുടി വളർച്ച സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ. ചെമ്പരത്തിപ്പൂവ് നിർബന്ധമില്ല, ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇന്ന് എണ്ണക്കൂട്ട് തയ്യാറാക്കാൻ പോകുന്നത് എള്ളെണ്ണയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിലും രണ്ടും മിക്സ് ചെയ്തുള്ളൊരു എണ്ണക്കൂട്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എള്ളെണ്ണ സെസമി ഓയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് കൂട്ടാൻ സഹായിക്കുന്നു. അത് മുടി വളർച്ചയെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അടുത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ എണ്ണക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടത്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇരുമ്പിൻ്റെ പാത്രമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ഇതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തീ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ചൂടിലായിരിക്കണം. അത് പെട്ടെന്ന് കൂട്ടോ കുറയ്ക്കാനോ ചെയ്യാൻ പാടില്ല. സിമ്മിൽ തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ഞാനിപ്പം 200 മില്ലി മൊത്തം 400 മില്ലി എണ്ണയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുന്നത്. അപ്പം അതിൽ 200 മില്ലി എള്ളെണ്ണയും 200 മില്ലി വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി, അത് ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ നമ്മൾ 200 മില്ലി എള്ളെണ്ണ ഒഴിക്കുക. അതിന് ശേഷം 200 മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ 2 എണ്ണക്കൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ 1/2 കപ്പ് ഉലുവ അതിലേക്ക് ഇടുക. 1/2 കപ്പ് ഉലുവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മുകളിൽ പത പോലെ വരും. അപ്പോൾ പത പോലെ വന്നതിന് ശേഷം പതയൊന്ന് ചെറുതായിട്ട് അടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഉലുവ എടുത്ത് നോക്കിയാൽ കാണാം ചെറിയൊരു ബ്രൗണിഷ് കളറിൽ ഉലുവ ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് 4-5 ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ അടുക്കി പിടിക്കാൻ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഉള്ളി ഇട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു അരമൂപ്പാകുമ്പോഴത്തേന് ഉള്ളി നമുക്ക് ഇതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 4-5 നെല്ലിക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഇട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ഈ സമയത്ത് നന്നായിട്ട് പത വരും. ഈ നന്നായിട്ട് പത വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി തന്നെ ഇരിക്കുക. ഇളക്കി നമ്മൾ അതിനുശേഷം നമ്മൾ ചട്ടിയിൽ എടുത്ത് നോക്കുക. ഇതിൻ്റെ അകത്തെ ഈ കൂട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മൂത്തതായിട്ട് കാണാൻ പറ്റും, ഒരു മണവും വരും. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് 10 കതിർപ്പ് കറിവേപ്പില അതുപോലെ തന്നെ 1/2 കപ്പ് മൈലാഞ്ചി ഇല ഇട്ട് കൊടുക്കുക. ഇപ്പം മൈലാഞ്ചി ഇല ഇല്ലാത്തവർക്ക് മൈലാഞ്ചി പൊടിയാണെങ്കിലും യൂസ് ചെയ്യുക. മൈലാഞ്ചി പൊടി 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് പത ഒരുവിധം അടങ്ങും. പത മാറി എണ്ണ തെളിയാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് നമ്മളുടെ എണ്ണയുടെ മൂപ്പ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് ആറാൻ വെക്കുക. ഒരു 2-3 മണിക്കൂറും കൊണ്ട് എണ്ണ നന്നായിട്ട് ആറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു ചില്ലിൻ്റെ കുപ്പി എടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ട, ചില്ലിൻ്റെ കുപ്പി എടുത്താൽ മതി. ആ ചില്ലിൻ്റെ കുപ്പിക്കകത്തേക്ക് എണ്ണ അരിച്ച് ഒഴിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരിക്കാൻ പോകുന്ന അരിപ്പയ്ക്കകത്തും അതുപോലെ തന്നെ കുപ്പിക്കകത്തും ഒട്ടും വെള്ളത്തിൻ്റെ മയം കാണരുത്. വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും.
അപ്പം നന്നായിട്ട് എണ്ണ നന്നായിട്ട് അരിച്ച് ഈ കുപ്പിക്കകത്ത് ബോട്ടിലിൽ ഇട്ട് അടച്ചു വെക്കുക. ഏകദേശം ഒരു 2-3 മാസം നമുക്ക് കേടാവാതെ ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ കുളിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറേശ്ശെ മുടിയിൽ തേച്ച് നമുക്ക് കുളിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലർക്ക് ഉള്ളിയുടെ മണം ഇഷ്ടമില്ല. ഇത് എണ്ണ പുരട്ടിക്കഴിഞ്ഞാലും ചിലപ്പം മുടിയിൽ ഉള്ളിയുടെ ഒരു മണം വരും. ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളിയുടെ മണം ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു വെച്ച് നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. ഇതും സ്ഥിരമായിട്ട് ഇതൊരു 2-3 മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ നമുക്ക് മുടി നരയ്ക്കുന്നതൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നല്ലതായിട്ട് മുടി വളരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ ബൈ.